സദൃശ്യവാക്യങ്ങൾ അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ വിജ്ഞാനവും പ്രബോധനവും അറിയുവാനും വിവേകത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനും വിജ്ഞാനം, ഭക്തി, നേര്, നീതി, ന്യായം എന്നിവയ്ക്കായി പ്രബോധനം സ്വീകരിക്കുവാനും ബാലകർക്ക് നേരുള്ളവർക്ക് സൂക്ഷ്മബുദ്ധിയും യുവാവിന് അറിവും വകതിരിവും നൽകുവാനും ഇവ പ്രയോജകീഭവിക്കുന്നു. ജ്ഞാനിയായ മനുഷ്യൻ കേൾക്കും, അവൻ വിദ്യാഭിവൃദ്ധി വരുത്തും. വിവേകിയായ മനുഷ്യൻ വിജ്ഞാനപ്രദമായ ആലോചനകൾ പ്രാപിക്കും. അവൻ സദൃശ്യവാക്യങ്ങളും അവയുടെ അർത്ഥവും ജ്ഞാനികളുടെ വാക്കുകളും അവരുടെ കടങ്കഥകളും മനസ്സിലാക്കും. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, എന്നാൽ ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും വെറുക്കുന്നു. എൻ്റെ മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം കേട്ടനുസരിക്കുക. നിന്റെ മാതാവിൻ്റെ നിയമം ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവ നിന്റെ ശിരസിന് കൃപയുടെ അലങ്കാരമായിരിക്കും, നിന്റെ കഴുത്തിനു ചുറ്റുമായി കിടക്കുന്ന മാലയുമായിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴങ്ങരുത്. അവർ നിന്നോട്, ഞങ്ങളോട് ഒരുമിച്ച് വരിക, രക്തത്തിനായി നമുക്ക് പതിയിരിക്കാം, നിരപരാധിയെ കാരണം കൂടാതെ പിടിപ്പാൻ നമുക്ക് രഹസ്യമായി ഒളിച്ചിരിക്കാം. ശവക്കുഴി എന്നതുപോലെ നമുക്ക് അവനെ ജീവനോടെയും കുഴിയിലേക്ക് ഇറങ്ങുന്നവരെ എന്നതുപോലെ അവനെ മുഴുവനായും വിഴുങ്ങിക്കളയാം. അവൻ്റെ വിലയേറിയ വസ്തുക്കൾ കിട്ടും. കൊള്ള കൊണ്ട് നമ്മുടെ വീടുകൾ നിറയ്ക്കാം. നിന്റെ ഭാഗവും നമ്മുടെ ഇടയിലാകട്ടെ. നമുക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ പണസഞ്ചിയായിരിക്കും എന്നു പറഞ്ഞാൽ, എൻ്റെ മകനെ, നീ അവരുടെ വഴിയെ പോകരുത്. അവരുടെ പാതയിൽ നിന്നും നിന്റെ കാലു പിൻവലിച്ചു കൊള്ളണം. എന്തെന്നാൽ അവരുടെ പാദങ്ങൾ തിന്മയിലേക്കാണ് ഓടുന്നത്. നിർദോഷ രക്തം ചിന്തുവാനവർ ധൃതിപ്പെടുന്നു. പക്ഷി കാൺകെ വല വിരിക്കുന്നത് വ്യർത്ഥമല്ലേ? അവർ രക്തത്തിനായി പതിയിരിക്കുന്നു. അവർ അവരുടെ സ്വന്തം പ്രാണഹാനിക്കായി രഹസ്യമായി ഒളിച്ചിരിക്കുന്നു. ദുർലാഭത്തിനായി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വഴികൾ അങ്ങനെ തന്നെ. അത് ഉടമസ്ഥരുടെ തന്നെ ജീവൻ എടുത്തുകളയും. വിജ്ഞാനം തെരുവിൽ മഹിമപ്പെടുന്നു, അതിൻ്റെ സ്വരം വിശാല വീഥികളിൽ കേൾപ്പിക്കുന്നു. അവൾ ജനത്തിരക്കുള്ള സ്ഥലത്തും നഗരവാതിലുകളിലും വിളിച്ചു പറയുന്നു. നഗരത്തിൽ അതിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുന്നു. സാധാരണക്കാരെ, നിങ്ങൾ ബുദ്ധിഹീനതയെ സ്നേഹിക്കുകയും പരിഹാസികൾ അവരുടെ പരിഹാസത്തിൽ രസിക്കുകയും ഭോഷന്മാർ ജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എൻ്റെ ശാസനയിലേക്ക് തിരിയുക, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. എൻ്റെ വചനങ്ങൾ നിങ്ങൾ അറിയുമാറാക്കും. എന്തെന്നാൽ ഞാൻ വിളിച്ചു, നിങ്ങളോ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി, ആരും വകവെച്ചില്ല. നിങ്ങളോ എൻ്റെ ആലോചന ത്യജിച്ചു കളഞ്ഞു. എൻ്റെ പ്രബോധനം ഒന്നും നിങ്ങൾ അനുസരിച്ചില്ല. നിങ്ങളുടെ ആപത്തുകാലത്ത് ഞാൻ ചിരിക്കും. നിങ്ങൾക്ക് ഭയം വരുമ്പോൾ ഞാൻ സന്തോഷിക്കും. അതേ, നിങ്ങളുടെ ഭയം സംഹാരം പോലെയും നിങ്ങളുടെ നാശം ചുഴലിക്കാറ്റ് പോലെയും ദുരിതവും സങ്കടവും നിങ്ങളുടെ മേൽ വരുമ്പോൾ തന്നെ
അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. അവർ എന്നെ ഉത്സാഹത്തോടെ അന്വേഷിക്കും, അവർ എന്നെ കണ്ടെത്തുകയുമില്ല. എന്തെന്നാൽ അറിവിനെ അവർ വെറുത്തു, ദൈവഭക്തി അവർ തിരഞ്ഞെടുത്തുമില്ല. അവർ എൻ്റെ ആലോചന അവഗണിച്ചു, എൻ്റെ ശാസനയെല്ലാം വെറുക്കുകയും ചെയ്തു. ആകയാൽ അവരുടെ സ്വന്തം വഴിയുടെ ഫലം അവർ തിന്നും, അവരുടെ പ്രവർത്തനങ്ങളാൽ നിറയുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ അശുദ്ധി അവരെ നശിപ്പിക്കും. എന്തെന്നാൽ എൻ്റെ വാക്ക് കേൾക്കുന്നവനോ അവൻ നിർഭയം വസിക്കും. ദോഷകാലത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അവർ സ്വൈര്യമായി ഇരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.